Today we are going to learn about learning disability, and learning disability are mainly of four types: dyslexia, dysgraphia, dyspraxia and dyscalculia. So first we'll see what is learning disability. Learning disability is referred to as a hidden disability, as children with learning disabilities do not look handicapped and their difficulties are not obvious. അപ്പം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് നമുക്കൊരിക്കലും എവിഡൻ്റ് ആയിട്ട് നേരിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് വേറെ ഒരു രീതിയിലുള്ള ഒരു ഹാൻഡിക്യാപ്നെസ്സും കാണത്തില്ല. പക്ഷെ അവരുടെ ലേണിംഗ് പ്രോബ്ലംസ് അവിടെ ഉണ്ടാകുകയും അതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ there will be a significant discrepancy between the intellectual potential and the actual school performance. അവരുടെ ഇൻ്റലിജൻസും അവരുടെ സ്കൂൾ പെർഫോമൻസും തമ്മിൽ ഒരിക്കലും മാച്ച് ആകത്തില്ല. അത് നമുക്ക് അവരുടെ ഇൻ്റലിജൻസ് വെച്ച് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിക്കത്തില്ല. ആൻഡ് യു യൂഷ്വലി ഫൈൻഡ് ദ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി ഹാവ് ആവറേജ് ആൻഡ് സംടൈംസ് ഈവൻ എബവ് ആവറേജ് ഇൻ്റലിജൻസ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പലപ്പോഴും എബവ് ആവറേജോ അല്ലെങ്കിൽ ആവറേജ് ഇൻ്റലിജൻസ് കാണാറുണ്ട്. Learning disability is a neurodevelopmental disorder that are not due to other problems. ഒരു neurodevelopmental disorder ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് കാരണങ്ങൾ കൊണ്ടല്ല ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ജനറ്റിക്, epigenetic and environmental factors with a biological origin that affects the brain's ability to perceive and or process verbal, non-verbal information efficiently and accurately. അതൊരു ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടർ ആകാം, അല്ലെങ്കിൽ എപ്പിജനറ്റിക് ആൻഡ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു ബയോളജിക്കൽ ഒറിജിൻ ഉള്ള ഒരു റീസൺ ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ. അത് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ എബിലിറ്റിയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേർബൽ, നോൺ വേർബൽ ഇൻഫർമേഷനെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അതുവഴിയാണ് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. ലേണിംഗ് ഡിസബിലിറ്റീസ് ആർ Learning disabilities are multifaceted and go beyond the stereotypal perceptions of the disorder as simple reading difficulties or letter problems. സാധാരണഗതിയിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് വായിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് എഴുതുന്നതിലോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള പ്രോബ്ലംസ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് മൾട്ടിഫെസറ്റഡ്. That is, children may have a combination of various learning difficulties: speaking, listening, comprehension, spelling, arithmetic, calculations, writing. അങ്ങനെ പല രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാകാം. അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടും ഇത് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. So one comprehensive definition of learning disability is: learning disability is defined as a disorder in one or more of the basic psychological process involved in understanding or using language, whether spoken or written, that manifests itself in the inability to listen, think, speak, read, write, spell or perform mathematical calculations. അപ്പം അതൊരു ഡിസോർഡർ ആണ്. ബേസിക് ആയിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ പ്രോസസ്സിനെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനുമായിട്ട് ഇൻവോൾവ് ചെയ്തതാണ്. അത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ലാംഗ്വേജ് യൂസിനെയൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്പീക്കിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഇങ്ങനെയുള്ള എബിലിറ്റി എഫക്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഇൻ ദ inability to listen, think, speak, write, spell, perform mathematical operations. അപ്പോൾ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൂടെയാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഡയഗ്നോസിസ് ഓഫ് എ ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് പല രീതിയിൽ ഡയഗ്നോസ് ചെയ്യാം. കുട്ടികളുടെ ഫോർമൽ സ്കൂളിംഗ് ടൈമിൽ അവർക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. മെയിൻലി ഇൻ റീഡിങ്, റൈറ്റിംഗ്, അരിത്തമാറ്റിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് സ്കിൽസ്. ഇതൊക്കെ നമുക്ക് സിംറ്റംസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ വിൽ ബി വെരി സ്ലോ ഇൻ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ്. ഭയങ്കര എഫേർട്ട് എടുത്തായിട്ട് ആയിരിക്കും അവർ വായിക്കുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇന്നാക്യുറേറ്റ് ആയിരിക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുവർ റൈറ്റിംഗ് എക്സ്പ്രഷൻസ്, ഡിഫിക്കൽട്ടി ഇൻ റിമെമ്പറിങ് മാത്തമാറ്റിക്കൽ ഫാക്ട്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ഇന്നാക്യുറേറ്റ് ആയിട്ട് നടത്തുക. ഇങ്ങനെയുള്ള പല അവരുടെ
ബിഹേവിയർ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന്. കറണ്ട് അക്കാഡമിക് എബിലിറ്റീസ് എപ്പോഴും എന്തായിരിക്കും, നോർമലായിട്ട് ആ ഒരു പീരിയഡിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി അറ്റൈൻ ചെയ്യേണ്ട ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ റെലവൻ്റ് ആയിട്ടുള്ള റീഡിങ് റൈറ്റിംഗ് സ്കിൽസ് ഒന്നും ആ ഒരു ലെവൽ അറ്റൈൻ ചെയ്യത്തില്ല. അതിന് താഴെയായിരിക്കും കുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ നോർമൽ പെർഫോമൻസിന് ബിലോ ആയിട്ടായിരിക്കും ഇതിലേതെങ്കിലും ഒക്കെ സ്കിൽസിൽ കുട്ടി താഴെ നിൽക്കുന്നത്. So those students can be identified as those having learning disability. Next are the characteristics of student with learning disability. നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം they'll have difficulty in telling the difference between sounds leading to spelling difficulties. ഒരു കാര്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വേർഡ്സ് വായിക്കുമ്പോൾ അവർക്ക് ആ ഒരു സൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സൗണ്ടും ആ വേർഡും തമ്മിലുള്ള കണക്ഷൻ, സോ ദാറ്റ് വിൽ ലീഡ് ടു സ്പെല്ലിംഗ് പ്രോബ്ലംസ് എമംഗ് ദ സ്റ്റുഡൻസ്. ഡിഫിക്കൽട്ടി വിത്ത് ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് പ്രൊണൗൺസിങ് ലോങ്ങർ വേർഡ്സ്, അവർക്ക് എഴുതുന്നതിലും അതുപോലെ വലിയ വാക്കുകൾ പ്രൊണൗൺസ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പുവർ മോട്ടോ കൺട്രോൾ ആൻഡ് ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് ഓവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓറിയൻറ്റേഷൻ, അവരുടെ മോട്ടോ സ്കിൽസ് വളരെ പുവർ ആയിരിക്കും. അവർക്ക് ലെഫ്റ്റ് റൈറ്റ് ഓറിയൻറ്റേഷൻ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അത് തിരിച്ചറിയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാവും. ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ അണ്ടർസ്റ്റാൻഡിങ് ഐഡിയാസ് ആൻഡ് ഓറൽ എബിലിറ്റി ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് റിട്ടൺ വർക്ക്, അവരുടെ ഓറൽ എബിലിറ്റിയും റിട്ടൺ വർക്കും തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രോബ്ലംസ് റിമെമ്പറിങ് ഇൻസ്ട്രക്ഷൻസ്, മെസ്സേജസ്, നമ്പേഴ്സ്, ഫാക്ട്സ്, പോർ സീക്വൻഷ്യൽ മെമ്മറി ക്യാൻ എഫക്റ്റ് കോപ്പിംഗ് ടാസ്ക്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഓർത്തിരിക്കാനും അതുപോലെ മെസ്സേജസ് ഓർക്കാനും ഫാക്ട്സ് നമ്പേഴ്സൊക്കെ ആ ഒരു മെമ്മറിയിൽ കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം നോട്ട്സൊക്കെ കോപ്പി ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. So they'll have difficulty judging how long things take as well as difficulty remembering dates and appointments. അപ്പോൾ ഒരു കാര്യം അവർ ചെയ്യുന്ന സമയത്ത് അത് എത്ര സമയം എടുക്കുമെന്നൊക്കെയുള്ളത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കാതെ വരും. അതുപോലെ തന്നെ അവർക്ക് പല ഡേറ്റ്സ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ലൂസ് യുവർ പ്ലേസ് വെൻ യു ആർ കോപ്പിംഗ് ലെറ്റേഴ്സ് ഈച്ച് ടൈം യു ലുക്ക് എവേ. ഇപ്പോൾ ലാംഗ്വേജ് ഡിഫിക്കൽട്ടി വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ബോർഡ് നോക്കി കോപ്പി ചെയ്യുമ്പോഴേക്ക് എവിടെ നിന്നാണ് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഏത് പേജായിരുന്നു അല്ലെങ്കിൽ ഏത് നമ്പറാണ് ഏത് വേർഡാണ് എന്നൊക്കെയുള്ള പലപ്പോഴും വിട്ടുപോവുകയും അവർ അതിൽ നിന്ന് മാറി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡിഫിക്കൽട്ടി റിട്രീവിങ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ദാറ്റ് ഹാസ് ബീൻ ലേൺഡ് ആൻഡ് ഇസ് നോൺ. ഓൾറെഡി നമുക്ക് പഠിച്ചതോ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ അത് റിട്രീവ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാകാറുണ്ട്. റേറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് ഇസ് ലോവർ ദാൻ ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. അവരുടെ ഇൻ്റലിജൻസ് കൂടി തന്നെയായിരിക്കും നിൽക്കുന്നത്, പക്ഷെ അവരുടെ റേറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് കുറവായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ഈ റൈറ്റിംഗ്, സ്പീക്കിംഗ് അല്ലെങ്കിൽ റീഡിങ് സ്കിൽസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ പുറകോട്ടായിരിക്കും നിൽക്കുന്നത്. They will have difficulties with balance and gross motor skills. അവർക്ക് മോട്ടോർ സ്കിൽസ് വളരെ പുവർ ആയിരിക്കും. ഹോൾഡിങ് പെൻസിൽ അല്ലെങ്കിൽ ഡാൻസിങ് ഓർ ജമ്പിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ബാലൻസ് കിട്ടാതെയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ they'll have difficulty in drawing, writing and similar tasks such as shading or labeling diagrams. And they will have poor body and spatial awareness. They will have difficulty in drawing, writing and similar tasks such as shading, labeling, diagrams etc. അപ്പോൾ അവർക്ക് പടം വരയ്ക്കാനോ ഷെയ്ഡ് ചെയ്യാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു പുവർ ബോഡി ആൻഡ് സ്പേഷ്യൽ അവയർനെസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. So these are certain symptoms by which we can identify the students having learning disabilities. Next is the educational provisions for ലേണിംഗ് ഡിസേബിൾഡ് സ്റ്റുഡൻസ്. അപ്പം നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ സഹായം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് അസിസ്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ് ടെക്നോളജീസ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ആൻഡ് ഒരു കുട്ടിയുടെ ആവശ്യം അനുസരിച്ച് അതിന് വീണ്ടും മോഡിഫിക്കേഷൻ വരുത്തി യൂസ് ചെയ്യുന്നത് അഡാപ്റ്റീവ് ടെക്നോളജി എന്ന് വിളിക്കുക. അപ്പോൾ അസിസ്റ്റീവ് അഡാപ്റ്റീവ് ടെക്നോളജീസ് യൂസ് അസിസ്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ് ടെക്നോളജീസ്. അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്
അത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി യൂസ് ചെയ്യുന്നതാണ് അഡാപ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുക. ഹൈലൈറ്റർ ടു ഹൈലൈറ്റ് കീ പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ കറക്റ്റ് പേജൊക്കെ മാർക്ക് ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഹോൾസ് ഉണ്ടാക്കി വെക്കുക, ഹാൻഡ് ഔട്ട്സിൽ ഡേറ്റ്സ് സ്പെസിഫിക് ആയിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻഫർമേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഫോമാറ്റ്സ് അഡോപ്റ്റ് ചെയ്യുക. Use alternative formats such as a laptop, a word processing can overcome handwriting, അതുപോലെ presentation difficulties, digital recording of lectures. ഇതൊക്കെ യൂസ് ചെയ്യുന്ന വഴി അവർക്ക് കുറേ കൂടെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. Make sure disabled students are listening properly when instructions are given rather than reading or copy. അവർ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അവരത് എഴുതിയെടുക്കുകയും അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ട് അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ എ ക്വയറ്റ് ലേണിംഗ് എൻവയൺമെൻറ്റ് വെൻ ഡിസ്ട്രാക്ഷൻസ് ആർ മിനിമൈസ്ഡ്. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ് കഴിവതും മിനിമം ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക് ലാർജ് ടാസ്ക് ഇൻ ദ സ്മോളർ ചങ്ക്സ്. വലിയ കണ്ടൻറ് ഏരിയ ഒക്കെ പഠിക്കാൻ കൊടുക്കുമ്പോൾ അത് ചെറിയ ചെറിയ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുറേശ്ശെ അവർക്ക് പഠിക്കാനായിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. Give colorful and visually interesting notes as this can aid memory and concentration. വളരെ കളർഫുൾ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോട്ട്സ് ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുക. അത് അവർക്ക് മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓൾട്ടർനേറ്റീവ് അസൈൻമെൻറ്റ്സ് ഷുഡ് ബി ഗിവൺ. സ്റ്റുഡൻസ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന അസൈൻമെൻറ്റ്സ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള അസൈൻമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബുക്സ് ഓൺ ടേപ്പ് ഫോർ റിപ്പീറ്റഡ് ലേണിംഗ് ക്യാൻ ബി പ്രൊവൈഡഡ്. റെക്കോർഡഡ് ആയിട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ടെസ്റ്റിംഗ് accommodations like extended time for test to be read to the students, test to be dictated in tape recorder for transcription, supplementary oral exams. അതായത് നമ്മുടെ അസസ്മെൻറ്റിൽ വളരെ മാറ്റങ്ങൾ വരുത്തുക, അവർക്ക് കൂടുതൽ സമയം കൊടുക്കുക, അല്ലെങ്കിൽ റീഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡറിൽ ആൻസേഴ്സ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക, ഓറൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള മെത്തേഡ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് എ വെറൈറ്റി ഓഫ് സ്റ്റഡി strategies that will enforce important concepts. അവ സ്റ്റുഡൻസിൻ്റെ ആ കൺസെപ്റ്റ്സ് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. പ്രൊവൈഡ് ഫീഡ്ബാക്ക് സച്ച് ആസ് എറർ അനാലിസിസ് ഓഫ് ടെസ്റ്റ്. സ്റ്റുഡൻസിൻ്റെ അസസ്മെൻറ്റ് കഴിയുമ്പോൾ അവരുടെ ടെസ്റ്റ് പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് പ്രോപ്പർ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ മിസ്റ്റേക്സ് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. യൂസ് വിഷ്വൽ ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ടു റീഇൻഫോഴ്സ് തിയററ്റിക്കൽ കൺസെപ്റ്റ്സ്. വിഷ്വൽ ആയിട്ടുള്ള പിക്ചേഴ്സും ഡെമോൺസ്ട്രേഷൻസും പ്രാക്ടിക്കൽ വർക്കും ഒക്കെ നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുക കൂടുതലായിട്ട്. ഇൻട്രൊഡ്യൂസ് കീ കൺസെപ്റ്റ്സ് വൊക്കാബുലറി അറ്റ് ദ ബിഗിനിങ് ഓഫ് ന്യൂ യൂണിറ്റ്സ് ഓഫ് സ്റ്റഡി. നമ്മൾ പുതിയൊരു ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ വരുന്ന കീ കൺസെപ്റ്റ്സും പുതിയ ടേംസും ഒക്കെ നേരത്തെ കൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് തറവാക്കുവാണെങ്കിൽ അവർക്ക് ആ ലെസൺ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രൊവൈഡ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഔട്ട്ലൈൻസ് ആൻഡ് അഡ്വാൻസ്ഡ് ഓർഗനൈസേഴ്സ് ടു ലെക്ചേഴ്സ്. നമ്മുടെ ലെക്ചറിന് ഔട്ട്ലൈൻ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഓർഗനൈസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് റീഡിംഗ് ലിസ്റ്റ് എഹെഡ് ഓഫ് ടൈം. നേരത്തെ കൂട്ടി തന്നെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ വായിക്കാനൊക്കെ കൊടുക്കുക. Allow time to review and clarify concepts presented in a class as well as to answer questions prior to the student starting an assignment or task. നേരത്തെ തന്നെ അവർക്ക് റിവ്യൂ ചെയ്ത് കൺസെപ്റ്റ്സ് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുക അവർക്കൊരു അസൈൻമെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ. അതുകൊണ്ട് അവർക്ക് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഗിവ് സെവറൽ ഷോർട്ട് അസൈൻമെൻറ്റ്സ് rather than one long one. ഒരു വലിയൊരു അസൈൻമെൻറ്റ് കൊടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ അസൈൻമെൻറ്റ്സ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ പല മെത്തേഡ്സിലൂടെയും പല ടെക്നിക്സിലൂടെയും നമുക്ക് ഒരു പരിധി വരെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവർ ആ പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും.